എണ്ണത്തിൽ ചുരുക്കം ഉള്ളവരായതുകൊണ്ട് ഇസ്രായേലിനെ വേഗത്തിൽ ഭൂപരപ്പിൽ നിന്ന് തുടച്ചു മാറ്റാമെന്ന് കരുതിയ ഹമാസിൻ്റെയും അവർക്കൊപ്പം തീവ്രവാദ മുഖരിതമായ ഒരു ആഗോള വ്യവസ്ഥിതി സ്വപ്നം കണ്ട മറ്റ് ഇസ്ലാമിക ഭീകരവാദികളുടെയും തീവ്രവാദ അഭിലാഷങ്ങളെ തകർത്തുകൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ തേരോട്ടം തുടരുകയാണ്. ചരിത്രത്തിൻ്റെ പിന്നാമ്പുറത്ത് ഈജിപ്തിലെ ഫറവോമാരിൽ തുടങ്ങിയ വംശനാശ ഭീഷണിയെ ഒരു മുഴം മുൻപേ തിരിച്ചറിഞ്ഞ് കുതറിമാറി രക്ഷപ്പെടുകയും തങ്ങളെ കൊല്ലാൻ ആയുധം ഓങ്ങിയവനെ വേരോടെ പിഴുതെറിയുകയും ചെയ്ത ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനം തങ്ങളെ ഇല്ലാതാക്കുമെന്ന് വീമ്പ് പറഞ്ഞ് വന്നവർ തകർന്ന് ഇല്ലാതാകുന്നത് കണ്ട് ഭൂമുഖത്ത് ഇപ്പോഴും നിലകൊള്ളുക തന്നെയാണ്. ഒന്നും അറിയാതെ ഉറങ്ങിക്കിടന്ന തങ്ങളെ പിന്നിൽ നിന്ന് ഒരു ദിവസം ആക്രമിച്ച് ചോരക്കളി തുടങ്ങിവെച്ച ഹമാസിനെതിരെ ഇസ്രായേൽ പോരാടുമ്പോൾ ഭീകരതയുടെ ലഹരി ആസ്വദിക്കാൻ മാത്രം ഹമാസുമായി കക്ഷി ചേർന്ന് ഇസ്രായേലിനെ തീർക്കുമെന്ന് വെല്ലുവിളിച്ച് കുറേ ഭീകര സംഘടനകളെ ആജ്ഞാനുവർത്തികളാക്കി ഒപ്പം നിർത്തിയത് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും സംഘവുമായിരുന്നു. അതിന് മറുപടിയായി സിറിയയിലെ ഇറാനിയൻ എംബസി തകർത്ത ഇസ്രായേലിനെതിരെ ഒന്നും ചെയ്യാൻ ഇറാന് കഴിഞ്ഞില്ല. ഒടുവിൽ താൻ സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്ന് മഞ്ഞു മൂടിക്കിടന്ന അസർബൈജാൻ മലയിടുക്കിൽ എവിടെയോ വെച്ച് നിരായുധനായി മടങ്ങാനായിരുന്നു ഇബ്രാഹിം റൈസിയുടെ വിധി. ഇബ്രാഹിം റൈസി ഇസ്രായേലിനെ തീർക്കുന്നത് കാണാൻ കച്ചമുറുക്കി കാത്തിരുന്നവർക്കും നിരാശയിലേക്ക് കൂപ്പുകുത്തേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോഴിതാ നിരപരാധികളായ പലസ്തീനിലെ ജനങ്ങൾ തിങ്ങിക്കൂടുന്ന ആശുപത്രികളിലും സ്കൂളുകളിലുമൊക്കെ നിന്ന് ഇസ്രായേലിനെതിരെ ബോംബുകൾ തൊടുക്കുമ്പോഴും തുരങ്കം വിട്ട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞ് ഹമാസിനെ ചോരക്കളി പഠിപ്പിച്ച അവരുടെ വലിയ പരമോന്നത നേതാവ് ഇസ്മായിൽ ഹനിയയും കുടുംബവും അടക്കം ഇതേ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇബ്രാഹിം റൈസിക്ക് പകരം ഇറാന്റെ പുതിയ പ്രസിഡന്റാകുന്ന മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ ടെഹ്റാനിൽ എത്തിയപ്പോഴാണ് ഹനിയയും മക്കളും കയ്യാളുകളുമെല്ലാം റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഹനിയയുടെ 3 ആൺമക്കളും 2 പേരക്കുട്ടികളുമാണ് കൊല്ലപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഹനിയ അടക്കം എല്ലാ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെയും നേതാക്കൾ ഈ ടെഹ്റാനിൽ ഹാജരുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ തിരിച്ചടി കേവലം ഗാസയ്ക്കുള്ളിൽ ഒതുക്കി നിൽക്കുമെന്ന് കരുതി ചൊറിയാൻ ഇറങ്ങിയവരെ ആകെ സംഭ്രമചിത്തരാക്കിക്കൊണ്ട് ലെബനോനിലും സിറിയയിലും ഇറാനിലും ഒക്കെ കയറി ഒന്നിനു പുറകെ ഒന്നായി ഇസ്രായേൽ തങ്ങളുടെ ശത്രുക്കളെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ അസമാധാനത്തിലേക്ക് തള്ളിവിടുന്ന തീവ്രവാദികളുടെ നേതാവ് ഇല്ലാതാകുമ്പോൾ കുറയുന്നത് തീവ്രവാദത്തിൻ്റെ സ്വാധീനവും പ്രതീക്ഷയാകുന്നത് ലോകത്തിൻ്റെ സമാധാനവുമാണ് എന്നുള്ളതാണ് വാസ്തവം. എന്താണെങ്കിലും അക്രമവും തീവ്രവാദവുമൊന്നും ലോകത്തിൽ സമാധാനം കൊണ്ടുവരുവാൻ പര്യാപ്തമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത.